അപ്പോൾ കറുപ്പ് സിനിമ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. സൂര്യയാണുള്ളത്. കുറേ കാലത്തിന് ശേഷമാണ് സൂര്യ. ഇപ്പോൾ വിജയൊന്നുമില്ല, വിജയൊക്കെ ഫീൽഡ് ഔട്ടായി. അപ്പോൾ സൂര്യയുടെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. സിനിമയുടെ പേര് കറുപ്പെന്നാണ്. എന്തോ സൂപ്പർ നാച്ചുറലാണെന്നാണ് കേട്ടെ. സാധനം കുളമായിരുന്നു. മതി, കണ്ടു നോക്കാം. இவங்கள பாதி பேர் லாயரே கிடையாது. பேபி கண்ணனோட கட்ட பஞ்சாயத்து டீம். സൂര്യ இப்படியே எத்தனை நாள் വിജയുടെ ഗേൾഫ്രണ്ട്. இருந்தாலும் இந்த இடம் மாறாமையா போகும். இது என் இடம், என் கோட். கடவுளே வந்தால் எதுவும் மாற்ற முடியாது. இதெல்லாம் சப்பு மேட்ரு சார். ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். Case passed on to next month second. வினு ப்ளீஸ் ட்ரான்ஸ்ஃபர் பண்ணிட்டியாமா? Case passed on to next month 15th. புரியுங்க நீ யாரை வச்சு இனிமே இந்த கேஸ் நடத்துற நான் பாக்குறேன். ஆமா, நீங்க யாரு? உங்களை இந்த கோர்ட்ல நான் பார்த்ததே இல்லையே. பார்த்துருக்கு. வெல்கம். கொஞ்ச நாள் இல்ல விட்டு போச்சு. நான் யார்கிட்டயும் சொல்ல மாட்டேன். ஹாய். ഓക്കെ തന്നെ മതി എല്ലാത്തിനും. மனுஷன் ஹெல்ப் பண்ணித்தானே கடவுள் நம்மளை படிச்சிருக்காரு. നല്ല ദൈവമാണ്. கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாற்ற முடியாது. பார்த்துட்டா இனிமே செம்ம அடி அடி. നല്ല ബഡ്ജറ്റ് ഇറക്കിയ സിനിമയാണ്. നല്ല സിനിമാറ്റോഗ്രാഫി கூட பாவம் கேட்கலாம். இது கருப்புடா, கருப்பணி சாமி. മ്യൂസിക് അടിപൊളിയാണ്. கண்டமா வெட்டி கசக்கி போட்டுடா. பாய் என்ன பண்ண போற நீ இனிமே? கிரிக்கெட்ல நமக்கு சொல்ற வேலைக்கு போறியா? அதுக்கு ஒரு கிரிக்கெட் ആ தெரியும். ശിവാജി രജനീകാന്ത് ഒരുപാട് അതിനകത്ത് കളിക്കുന്നു. கையில துப்பாக்கி கிடைச்சா யாரையுமே பார்க்காம நிறுத்திடுவியோ? எல்லாம் நம்ம அன்பான ஃபேன்ஸ்க்காக. അത് സൂര്യാണോ? ആർ ജെ ബാലാജിയാണ് കഥയും ഒക്കെ. അപ്പോൾ കഥയും ആർ ജെ ബാലാജി തന്നെയാണ്. ഇതിനു മുമ്പ് ആർ ജെ ബാലാജി ഒരു സിനിമ ചെയ്തു, ഒരു പൊളിറ്റിക്സിനെ പറ്റി. അതിൽ അവനായിരുന്നു ഹീറോ. അതിനു മുമ്പ് നയൻതാര വെച്ചൊരു സിനിമ ചെയ്തു. അതിൽ നയൻതാര ദൈവമായിട്ട് വരും. അപ്പം ഇതിൽ സൂര്യ ദൈവമാണ്. ദൈവമായിട്ട് വന്ന ആൾക്കാരെ സഹായിക്കും. എന്നിട്ട് അവന് ശക്തി ഉണ്ടാവും, അടിയുണ്ടാക്കും. അവൻ ലാസ്റ്റ് എല്ലാം സോൾവ് ചെയ്യും. ഇതാണ് കഥ. ആർ ജെ ബാലാജി ഒരു ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു, ഇത് ഈ മറ്റേ തുപ്പാക്കി അല്ലെങ്കിൽ ഗില്ലി അതേപോലെ റിപ്പീറ്റ് വാച്ചുള്ള സിനിമയാണെന്ന്. എന്തായാലും സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ് കേട്ടോ. കളേഴ്സൊക്കെ ഭയങ്കര പോപ്പായിട്ട് കാണിക്കുന്നത്, ഭയങ്കര കോൺട്രാസ്റ്റൊക്കെ കൂട്ടിയിട്ട് നല്ല രസമുണ്ട് സിനിമാറ്റോഗ്രാഫി കാണാൻ. മാത്രമല്ല നല്ല ബഡ്ജറ്റിലുണ്ടാക്കിയ സിനിമ എന്ന് നോക്കും. ഒരുപാട് എക്സ്ട്രാസൊക്കെ വയ്ക്കുന്നു, ഭയങ്കര ബ്ലാസ്റ്റൊക്കെ നടക്കുന്നു. സംഭവം കൊള്ളാം. എന്തായാലും സൂര്യ വെച്ചുള്ള പടമല്ലേ, നല്ല ബഡ്ജറ്റിൽ ഇറക്കിയ സിനിമയായിരിക്കും. പിന്നെ ഇപ്പോൾ വിജയൊക്കെ ഫീൽഡ് ഔട്ടായ സ്ഥിതിക്ക് ഇപ്പോൾ സൂര്യയാണ് മെയിൻ. അജിത്തൊക്കെ പണ്ട് സൈഡ് ലൈൻ ആയതാ. അജിത്തൊന്നും വലിയ കാര്യമില്ല, അജിത്തിനൊന്നും പറ്റത്തില്ല, കഴിവില്ല. അജിത്തിനെ കൊണ്ടൊന്നും പറ്റത്തില്ല, കഴിവില്ലാത്ത. കഴിവൊക്കെ പണ്ട് തീർന്നതാ. ഇപ്പോൾ കഴിവൊന്നുമില്ല. ഇപ്പോൾ ബൈക്കും കാറും ഒക്കെ ഓടിച്ച് കിടക്കുന്ന എവിടെയൊക്കെ. എനിക്ക് വയ്യ. സൂര്യയാണ് മെയിൻ. രജനീകാന്തും ഇല്ല, കമലഹാസനും ഇല്ല. ഇപ്പം സൂര്യ, ശിവകാർത്തികേയൻ, പിന്നെ ധനുഷ് അവിടെ എവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നു. എനിക്ക് വയ്യ. നയൻതാരമായിട്ട് അടി ഉണ്ടാക്കി. ധനുഷിനതിന് വേണ്ടി പിന്നെ ഹിന്ദി സിനിമയിൽ പോയി പിച്ചക്കാരനായിട്ട് വരിക്കും. ധനുഷിന് വേറെ പണി
ഏതെങ്കിലും സിനിമ പിച്ചക്കാരനൊക്കെ എൻ്റെ അഭിനയിക്കും നാണം കിട്ടും. അയ്യോ ഇതിൽ സൂര്യക്ക് ദ വൺ എന്നൊക്കെ പറഞ്ഞ് ടാഗ് ലൈനൊക്കെ ഉണ്ട്, അത് കൊള്ളത്തില്ല. മറ്റേ നടുപ്പിൻ നായകൻ അതും പിന്നും കുഴപ്പമില്ല, അത് പിന്നും നല്ല രസമുണ്ട് കേൾക്കാൻ. ഇത് വണ്ണൊക്കെ ഒരുമാതിരി എന്തായാലും നോക്കാം. എന്തായാലും സിനിമ നല്ല രസമുണ്ട്. ഇത് എന്നാ ഇറങ്ങുന്നത് ദൈവമേ, അത് ഞാൻ നോക്കിയില്ലല്ലോ. സിനിമ എന്നാ ഇറങ്ങുന്നത് നോക്കിയില്ല. സിനിമ മെയ് 14 ഇറങ്ങുന്നത്. ഇപ്പം ഇന്ന് മെയ് 11 അപ്പം ഇനി 2-3 ദിവസത്തെ സിനിമ ഇറങ്ങും. 3 ദിവസം മുമ്പ് ട്രെയിലറൊക്കെ ഇറക്കി. സംഭവം കൊള്ളാം. എനിക്ക് എന്തായാലും ഞാൻ പോയി കാണും, നിങ്ങളും പോയി കാണും, അടിപൊളിയായിരിക്കും. വിജയൊക്കെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇപ്പോൾ സൂര്യ തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാവരും പോയി കണ്ടേക്ക് സൂര്യയ്ക്ക് വേണ്ടി. ശരിയെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് അൻപാന ഫാൻസിന് വേണ്ടി സൂര്യ തന്നെ ഇറങ്ങി. സൂപ്പർ നാച്ചുറലൊക്കെയാണ് സാധനം. അടിപൊളി. ചവറ് പടമായിരുന്നാൽ മതി.